സൊനാലി കുടുംബത്തിലെ അംഗവുമാവും. അതെ, അപർണ മുരളിക്ക് ദഹിക്കത്തില്ല. അവള് അങ്ങനെയൊക്കെ ചിന്തിക്കും. അവൾ അങ്ങനെയൊന്നും ചിന്തിക്കൂല. അവൾ ഇരുതല മൂരിയാണ്, ഇരുതല മൂരി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും മധുവേട്ടാ, സിദ്ധുവിനെ മനസ്സിൽ കൊണ്ട് നടന്നപ്പോഴല്ലേ ഇവനുമായിട്ടുള്ള കല്യാണത്തിന് അവള് സമ്മതിച്ചത്. പിന്നീടല്ലേ എന്നിട്ട് മാറ്റി പറഞ്ഞത്. നേരും നെറിയുള്ള പെൺപിള്ളേർ അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യൂല. അവക്ക് സൊനാലിലോട്ട് പോണം. അവിടെ നിന്ന് ഒരാളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അതവക്ക് ഇഷ്ടമല്ല. എന്ത് മനസ്സാവളുടെ. അങ്ങനെ ഈ അപ്പുവിന്റെ ഇംഗിതത്തിനനുസരിച്ചാണോ നീ ജീവിക്കേണ്ടത്? ആണോടാ? പ്രതിഭയും നീയുമായിട്ടുള്ള വിവാഹേ നമ്മുടെ തീരുമാന, നമ്മുടെ ആഗ്രഹമാണ്. അല്ലേ പ്രഭേ? അല്ലെങ്കിൽ തന്നെ അവൾ ഇടങ്കോലിട്ടിട്ടുണ്ടെങ്കിൽ അത് വകവെച്ചു കൊടുക്കേണ്ട കാര്യം എന്താ നമുക്ക്? ഇവരുടെ ഇഷ്ടമാണ് അവര് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. നിന്റെ ബാല്യകാല സഖിയല്ലേ, പോയി ചോദിച്ചു നോക്ക അവളോട്. അതോ പത്തരമാറ്റ് സൗഹൃദത്തിന്റെ പേരില് ഇതും ആ പെണ്ണിന്റെ ഇഷ്ടത്തിന് നീ അങ്ങ് വിട്ടുകൊടുക്കുവോ? നോക്കി നിൽക്കാതെ ചെന്ന് ചോദിക്കണ ചെറുത്തെ. ചെന്ന് ചോദിക്കാം അങ്ങോട്ട്. എഴുന്നേൽക്ക്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉറപ്പാണ്? ഉറപ്പാണ്. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വരാം. പിന്നെ അവളെ കാണുമ്പോ കവാത്തങ്ങ് മറക്കരുത് കേട്ടാ. ചോദിച്ചിട്ട് ഞാൻ വരാം ഇപ്പൊ തന്നെ. മധുവേട്ടാ, ഹലോ, എന്തോ ഉണ്ട് വിശേഷങ്ങളൊക്കെ? നിന്റെ കെട്ടിനെ വിളിച്ചില്ലടി? എന്തിന്? അല്ല, സാധാരണ കിടക്കുന്നതിന് മുൻപേ ഒരു മൊബൈൽ ടോക്സ് ഉള്ളതാണല്ലോ രണ്ടുപേരും തമ്മില്. അല്ലാതെ ഉറക്കം വരാറില്ലല്ലോ. എനിക്ക് ഉറങ്ങുന്നതിന് ആരുടെയും ഡോസ് ഒന്നും വേണ്ട. ഓ, എന്നാലും പാതിരാത്രിക്ക് ഒരു വിളി ഉള്ളതാണല്ലോ. മറ്റേ ഡിസൈൻ ശരിയായോ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഇതൊക്കെയല്ലേ നിർത്തിയ പരിപാടിയൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞോടെ? വിളിച്ചാലും ഞാൻ എടുക്കത്തില്ല. വൈ? എന്താടി നീ ഇപ്പൊ പറഞ്ഞത്? ഞാൻ അങ്ങ് വിശ്വസിച്ചു വിളിച്ചാ നീ എടുക്കില്ലെന്ന്. നിന്റെ ബിസിനസ് പ്ലാനൊക്കെ എന്തായി? ഇങ്ങനെ ഉഴപ്പി നടന്നാ മതിയോ? അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരാളെങ്കിലും ഈ കുടുംബത്തിലുണ്ടല്ലോ. എന്തായാലും നീയാണ് ഒരു റിയൽ ഫ്രണ്ട് എന്ന് എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. എടി, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ഈ ഫാബ്രിക്സിന്റെ ഫീൽഡ് തന്നെ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതാവുമ്പോ ഡിസ്കസ് ചെയ്യാനേ സിദ്ധുവും അവന്റെ പപ്പയും പിന്നെ നീയൊക്കെ ഉണ്ടാവുമല്ലോ. ചീഫ് ഡിസൈനറായിട്ട് വേണമെങ്കിൽ ഞാനും വരാം. അയ്യോ, എന്റെ പൊന്നുമോളെ വേണ്ട. എന്നിട്ട് വേണം നിന്റെ സിദ്ധു എന്റെ ശത്രുവായി തീരാൻ, അല്ലേ? എന്നാലും വേറൊന്ന് രണ്ടുപേരെ ഞാൻ സോനാലി ഓഫീസിൽ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. നീ ആ ഉൽഹന്നൻ സാറിനെ വേണമെങ്കിൽ എടുത്തോ. ആ സ്ഥാപനത്തിനെങ്കിലും ഒരു സമാധാനം കിട്ടുമല്ലോ. ബെസ്റ്റ് ടീമാണ് നീ. എടി, നമ്മുടെ ഈ പ്രതിഭയില്ലേ, അവളെ പറ്റി എന്താ നിന്റെ ഒരു അഭിപ്രായം? നല്ല ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ വലിയ കുഴപ്പമില്ലല്ലേ? ശരത്തെ, നീ ഇങ്ങോട്ട് നോക്കടാ. നോക്ക്. എന്താടി? എന്തിനാടാ നീ എന്റെ അടുത്ത് കിടന്ന് ഈ ഉരുളുന്നത്? നമ്മളെ ഇന്നോ ഇന്നലെയോ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ. നീ ഇപ്പൊ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, എന്നാ പിന്നെ കാര്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയാം. എടി, ആദ്യം ഞാൻ നിന്നോടൊരു സോറി പറയുക. ഞാനൊരു പ്രപ്പോസലായിട്ട് മൂവ് ചെയ്തപ്പോഴേ എനിക്ക് നിന്നോടത് പറയാൻ പറ്റിയില്ല. പക്ഷെ നീ കരുതുന്ന പോലെ ഞാൻ വിട്ടുപോയതൊന്നല്ല. നമ്മൾ തമ്മിലൊരു ഇരിപ്പ് വശമൊക്കെ വെച്ചിട്ട് ഒരു സസ്പെൻസ് ആയിട്ട്, ഒരു സർപ്രൈസ് ആയിട്ട് നിന്നോട് പറയാന്ന് കരുതി. എന്തായാലും ഇവിടെ നിൽക്കട്ടെ. എടി, ഈ പ്രതിഭയെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നതില് നിനക്ക് എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് ഞാനോട് പറഞ്ഞു കേട്ടിരുന്നു. ഇതൊക്കെ ഉള്ളതാണോ? സോറി മാഡം, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
ആണോ? ഈ സ്ഥാപനത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടേ ഇവിടെ ആരും പറയുന്നില്ല എന്നുള്ളൂ. ഇവിടെ പലരുടെ ഉള്ളില് ചില പുകച്ചിലകളൊക്കെ ഉണ്ട്. എന്താ എന്താ പ്രോബ്ലം? എന്തിനാ സാറേ അതൊക്കെ പറയുന്നേ? പരാതി കേൾക്കാന്നല്ലാതെ MD-യുടെ വുഡ് ബി നമ്മുടെ കൂടെ നിൽക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടത്തെ വെറും ഒരു സ്റ്റാഫ് തന്നെയാ ഇപ്പോഴും, നിങ്ങളിൽ ഒരാൾ. അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കും ഉണ്ടല്ലോ. നിങ്ങൾ പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും എന്നോട് പറയണം. സോണിക്കുണ്ടോ എന്തെങ്കിലും പറയാൻ? ഒന്നുമില്ല. ഉലനൻ സാറിനുണ്ടോ? ഞാൻ പറയാം. ആ പരാതി നമ്പർ 1, ആ ഇവിടത്തെ ജോലി ഭാരം. ഇവിടത്തെ ചീഫ് ഫാഷൻ ഡിസൈനർ ആയ മാഡം മുതൽ ഈ താഴെ സെക്യൂരിറ്റി പണിക്ക് നിൽക്കുന്ന ജയൻ വരെയുള്ളവരുടെ കാര്യം ഓർത്തു നോക്കിയേ മാഡം. അവരിവിടെ ചെയ്യുന്നത് ചില്ലറ ജോലിയാണോ മാഡം? എന്റെ ഈ ആനാറ്റൊരു പല്ല് ഇളകി ആടാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. 2 വീക്ക്. ഒരു ദന്ത ഡോക്ടറെ കാണിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതെ, നിങ്ങളുടെ നിശ്ചയത്തിന്റെ സദ്യ ഉണ്ടപ്പോഴേ ഒരു ചെറിയ ശർക്കര പറ്റി. അതിലൊരു ചെറിയ കഷ്ണം കടിച്ചതാ. അന്ന് ആടിയതാ ഈ പല്ല്. നോക്കേ, ആടിക്കൊണ്ടേ ഇരിക്ക. നോക്കേ, ഞാനിത് ആരോട് പറയാനാ? പരാതി നമ്പർ 2. പിള്ളേരെ ഇങ്ങോട്ട് വന്നേ എല്ലാരും. ഇങ്ങോട്ട് വാ. സോണി ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് അടുത്തേക്ക്. എല്ലാരും ഇങ്ങോട്ട് അടുത്തുന്നേ. മാഡത്തിനോട് നിങ്ങളുടെ എല്ലാ പരാതിയും തുറന്ന് പറയാ. എന്താന്ന് വെച്ചാ എല്ലാരും കൂടി തുടങ്ങി. പറഞ്ഞോ ഓരോരുത്തരായിട്ട് പറഞ്ഞേ. പറഞ്ഞോ. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ബോർഡ് മീറ്റിംഗിൽ അത് പ്രസന്റ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ MD-യോട് പറയാം. വർക്ക് പ്ലേസിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. അതല്ലേ നമ്മുടെ ആവശ്യം, അല്ലേ ഉലനൻ സാറേ? അത് മതി മാഡം. അതെ, ചീഫ് ഫാഷൻ ഡിസൈനർ കേറി വന്നേ. ഇതാണ് സ്നേഹം. അത് സ്നേഹമല്ല, ഒരു അധികാരമാ. അതൊരു ഭർത്താവിന്റെ അധികാര. അത് വേണ്ടേ? വേണം. അപ്പോഴേ നിങ്ങൾ എല്ലാരും ജോലിയിലേക്ക് കടന്നു. അകത്തോട്ട് ചെല്ലട്ടെ. പെട്ടെന്ന് ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഗോ. ഉലനൻ സാറേ, നമുക്ക് ആ പല്ല് ശരിയാക്കണ്ടേ? അത് ഏത് ഭാഗത്താന്നാ പറഞ്ഞേ? അതെ, നമ്മുടെ ചീഫ് ഓഡിറ്ററോട് മൺഡേ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയണേ. അല്ല മേഡം, ഈ ഓഡിറ്റർ ദന്തിസ്റ്റ് ആണോ? അതെ, ലാസ്റ്റ് 5 ഇയേഴ്സിനുള്ളിലെ മുഴുവൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും എനിക്കൊന്ന് വെരിഫൈ ചെയ്യണം. അതിന് ചീഫ് ഓഡിറ്റർ വേണ്ട, മതി. അത് പോരാ, ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കണം. ഇതൊക്കെ ഇതുവരെ പ്രോപ്പർ ആയിരുന്നു. അതൊക്കെ MD സാറിന് അറേഞ്ച് ചെയ്യാം. എന്റെ ഭർത്താവിന്റെ വീടേ എനിക്കും കൂടി അവകാശപ്പെട്ട സ്ഥാനമുള്ള വീടാ. അവിടെ ആരെന്നോ ഏതെന്നോ എനിക്ക് വ്യക്തത ഇല്ലാത്ത ഒരാള്, അതും പ്രായപൂർത്തിയായ ഒരു കുട്ടി. അവക്കിവിടെ കൊടുത്തിട്ടുള്ള അവകാശം എന്തെന്നറിയാനുള്ള അധികാരം എനിക്കുണ്ട്.
പൂജയെ കുറിച്ച് ചേട്ടത്തിക്ക് കൂടുതൽ എന്താ അറിയാനുള്ളത്? ഈ പൂജ ഇവരുടെ അമ്മ ഇവിടെ കുറെ കാലം ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. ചേട്ടത്തി കാരണമല്ലേ ആ പാവ സ്ത്രീ മോളെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിയത്. ഇവക്ക് ഇവിടെ എന്താ അധികാരം എന്നല്ല അറിയേണ്ടത്. സമയം കിട്ടുമ്പോഴേ എന്റെ പപ്പയോടും മമ്മിയോടും ചോദിച്ചൊന്ന് മനസ്സിലാക്ക്. മോളെ എല്ലാരും കൂടെ വിഷമിപ്പിച്ചോ? മഞ്ജു, മോളെ മോള് വിഷമിക്കണ്ട, ഇതെല്ലാം എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക. മോനെ എടാ മോനെ, ആ താരെ പറഞ്ഞു വിട്ടിട്ടെ ഇവിടുത്തെ മൊത്തം പണിയും ഈ കുഞ്ഞിന്റെ തലയിൽ വെച്ചു കൊടുത്തടാ. ആണോ മോളെ? കുഴപ്പമില്ല അമ്മേ, ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കിടണ്ട. എടോ, തന്നെ ഇവിടെ വീട്ടു ജോലിക്കല്ല കൊണ്ടു നിർത്തിയെന്ന് ഞാനും എന്റെ പപ്പ എത്ര തവണ പറഞ്ഞു. വന്നേ ചേട്ടത്തി താരെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലേ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്താ മതി. അനങ്ങാപ്പാറ പോലെ നിൽക്കുന്ന കണ്ടില്ലേ രണ്ടും? അത് നല്ലതാ. ഇനി മുതലേ ഇവിടുത്തെ സകല പണി അനിയത്തിയും ചേട്ടത്തിയും കൂടെ അങ്ങ് ചെയ്താ മതി. താര വേണ്ട. മോളുവാ. അയ്യോ വേണ്ട ഏട്ടാ, എന്താ? എന്നോട് ഈ മുറിയിൽ കിടക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ബാക്കില് പുറത്തുള്ള മുറിയില്ലേ, അവിടെ എന്റെ ബാഗൊക്കെ കൊണ്ടുവച്ചേക്കുന്നു. എന്ത് കഷ്ടം നോക്കിയേ. ഈ പൊടി കുഞ്ഞിനെ കൊണ്ടുപോയി പണിക്കാരുടെ മുറി കിടത്തിക്ക. എന്തൊരു പാതകം ഇതൊക്കെ. ഓരോരുത്തർക്ക് അർഹതപ്പെട്ട സ്ഥലത്തേ കിടക്കാവൂ. ഞാൻ അത് തന്നെ ചെയ്തത്. പൂജയുടെ സാധനങ്ങൾ ആ മുറി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തോണ്ടൊന്ന് തിരിച്ചിവിടെ കൊണ്ടുവച്ചിരിക്കണം. ഓ, ഇവിടെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്ന് സപ്രമഞ്ചക്കട്ടിലെ കിടത്തിക്കോടാ എന്ന്. ഇവളെ തിരിഞ്ഞു കൊത്തും. അത് നീയൊക്കെ അനിയത്തിയും ചേട്ടത്തിയും തിരിഞ്ഞും മറിഞ്ഞും കൊത്തും. ഈ കൊച്ചങ്ങനൊന്നും ചെയ്യത്തില്ല. ചെല്ല്, പോയി സാധനങ്ങൾ എടുത്തിട്ടോ. ചെല്ലാൻ. നീ ആരാടാ എന്നോട് കമാൻഡ് ചെയ്യാൻ? നീ ചെല്ല്. നിനക്ക് വേണമെങ്കിലേ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്ന് നിന്റെ മുറി കടത്തറ, അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ചടുപ്പിക്കും. ഒരു സെക്യൂരിറ്റിയും അല്ല, ചേട്ടത്തി തന്നെ ചെല്ലും. കാണണോ? പോയി എടുത്തിട്ടോ. ചെല്ലാൻ. വേണ്ട, ഇനി അതിന് നിങ്ങൾ വഴക്ക് കൂടണ്ട. ഞാൻ പോയി വേണ്ട. വരാം. ഏട്ടത്തി തന്നെ ഇത് എടുത്തോണ്ട് വരും. അല്ലെങ്കിൽ എന്നെ അറിയാലോ, ശിവേട്ടനെ പോലെ അല്ല ഞാൻ. പോയി എടുത്തിട്ട് വരാൻ. പോയി എടുത്തിട്ട് വാടി. അവളല്ല. ചെല്ല്, ചേട്ടത്തി തന്നെ ചെല്ലാൻ. മോളും ചെല്ലു കൂടെ. എന്തൊരു വേലയാ കാണിച്ചിരിക്കുന്നേ. ഒരു പാവം കൊച്ചിനെ പിടിച്ച് അവിടെ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്നു. ഇവളുമാർക്ക് ഇത് കിട്ടിയ പോരാ. നീയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ. അങ്ങോട്ട് പോയി എടുത്തോളൂ. എടുത്തിട്ട് പാടി. മോളെ എല്ലാം എടുത്തേക്കണേ. ഇനി ഒന്നും അവിടെ ഇട്ടേക്കണ്ട. ഇതല്ല മോളെ റൂം. എല്ലാം മറിക്കണ്ടോ? വാ, കൊണ്ടുവാ. അത് അങ്ങോട്ട് കൊടു. അത് വേണ്ട, ഞാൻ എടുത്തോളാം. അത് അവളെ കൈ കൊടു. അവള് കൊണ്ടുപോയി. വേണ്ട, ഞാൻ എടുത്തോളാം. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ഞാൻ എടുത്തോളാം. പറഞ്ഞതാ. കബഡി. നടാ. ഓ, ചെല്ലേ ചെല്ലേ. നീ വാങ്ങ. നിങ്ങളുടെ വഴിപാട് കൊണ്ടൊന്നും തീരുന്നതല്ല എന്റെ ശിവയുടെയും ജീവിതം. കേട്ടല്ലോ? നിന്റെ ശിവേട്ടനായിട്ടുള്ള കല്യാണത്തിനെ ഞാനും കൂടെ പോയാ പൊരുത്തം നോക്കിയത്. ആ ജാതകവും കണിയാരപ്പ തന്നെ അങ്ങ് മടക്കി. സ്വയം നശിക്കുമെന്നും ചെന്ന് കയറുന്നിടം നശിപ്പിക്കുമെന്നും വേണ്ടാന്നും പറഞ്ഞു. പപ്പയും മമ്മയും നിർബന്ധിച്ചിട്ടാ. അതാ ഇവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. ഓ, ഈ പെണ്ണുമ്പോൾ എടുത്ത് കിണറ്റിലിടുക വേണ്ടത്. മോശം വന്നോളൂ ഓരോന്ന് പറഞ്ഞോണ്ട്. എടാ, ഇത് നോക്കി.
വന്നേ. സോനാലിന്ന് വണ്ടി. എടാ എല്ലാവരും ഉണ്ടടാ. ദേ പ്രതിഭ, പ്രതിഭയുണ്ട്. ഈശ്വര, എല്ലാവരും കൂടെ വന്നിട്ട് ഇനി കല്യാണം മുടക്കാനാണ് ഇനി. ഏയ് മുടക്കാനൊന്നല്ല, അവളും കൂടെ വന്നിട്ടുണ്ട്, നടത്താനായിരിക്കും. ദേ വരുന്നു. വാ 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 വാ. അയ്യോ, ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. ഞാൻ ആമിയെ വിളിച്ചു, ഫോൺ എടുക്കുന്നേ. ആമി വെളുപ്പിനെ പോയത് ഏതോ കണിയാരെ കാണുന്നു പറഞ്ഞു. വാ 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 വാ. കേറി വാ. കേറി വാ. മോളെ കേറി വാ. വാ വാ. ആമി തിരുനെല്ലിക്ക് പോവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി പോവായിരുന്നു. അയ്യോ, അതിന് നേരത്തെ ഇവിടെ ആരറിഞ്ഞ്? ആമി പെട്ടെന്നൊരു തീരുമാനം എടുക്കും, പെട്ടെന്ന് അങ്ങ് പോകും. എവിടെ പോയാലും അങ്ങനെ തന്നെയാ. അല്ല, സിദ്ധുവിന്റെ അമ്മ എന്തിനാ പോകുന്ന തിരുനെല്ലിക്ക്? കാര്യമുണ്ട്, അത് സംസാരിക്കാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. എന്തുവാ? എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാ. ഇവരുടെ എൻഗേജ്മെന്റ് നടന്ന ദിവസം ഇവിടെ ചില അനർത്ഥങ്ങളൊക്കെ ഉണ്ടായില്ലേ? എന്റെ മമ്മി, ഈ അപ്പു ബാലുവിനെ കണ്ട കാര്യമാണോ നമ്മളിപ്പോ പറയുന്നത്? അതൊക്കെ ചുമ്മാ അവളുടെ ഒരു ഇല്യൂഷൻ ആയിരുന്നില്ലേ, വെറും തോന്നല്. എടാ, അത് തോന്നിയതൊന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടതാ. എടാ സിദ്ധു, നിന്റെ വുഡ്ബിയുടെ ഓരോ അന്ധവിശ്വാസങ്ങൾ കേട്ടോ നീ? മരിച്ചുപോയ ആൾ അവളെ നേരിട്ട് കണ്ടെന്ന്. ആദ്യം കണ്ടിരിക്കുന്ന ആളാണ് ദോ ഇരിക്കുന്നത്, ഈ മാമൻ. ഇപ്പതേ ഇവിടെയാ ദർശനം കൊടുത്തിരിക്കുന്നത്. അപ്പോ രണ്ടാം സാക്ഷി. അങ്ങനെ കളിയാക്കണ്ട ശരത്തെ, തോന്നലായിരിക്കും, ശരിയാണ്. പക്ഷേ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കുട്ടികളുടെ മോതിരം മാറുന്ന ദിവസം തന്നെ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന കാര്യമില്ലല്ലോ. അല്ല, ഈ ജോൽസിന് എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞ്? കല്യാണം നടത്താൻ പാടില്ലെന്നോ മറ്റോ പറഞ്ഞോ? ഏയ്, പക്ഷേ തടസ്സങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നിന്റെ കല്യാണത്തിന് തടസ്സങ്ങളുണ്ടാവുന്ന മമ്മി പറഞ്ഞു. എനിക്ക് രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞ? ഒന്നുമില്ല. കൺമുൻപിൽ ചില അനർത്ഥങ്ങൾ കാണുമ്പോ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ? പരിഹാര കർമ്മങ്ങളുണ്ട്, അത് നടത്തിയാ മതി. അക്കാര്യം ആമിയോടൊന്ന് പറയാൻ കൂടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അതേ കാര്യത്തിന് ആമിയും പോയിരിക്കണേ. ആണോ? മോൾക്ക് ഇതൊക്കെ കേട്ടിട്ട് സങ്കടമായോ? നമ്മൾ എന്ത് ചെയ്യാനാ മമ്മി? എല്ലാം തീരുമാനിക്കുന്നത് ദൈവമല്ലേ. ഞാനും സിദ്ധുവേട്ടനും ഒരുമിക്കാനാണ് തീരുമാനമെങ്കിൽ ഈ തടസ്സമൊക്കെ അങ്ങ് മാറും. നല്ല ഡ്രസ്. ഇത് സിദ്ധു സെലക്ട് ചെയ്തതാണോ മോളെ? അല്ല, ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ. പിന്നെ മോൾ ഓഫീസിൽ ചെന്നാലേ സിദ്ധു പറയുന്നത് പോലെ കേട്ടോണം. അവൻ പറഞ്ഞു തരും എന്ത് ചെയ്യണോന്ന്, കേട്ടോ? അല്ല മമ്മി, ആ വരെ അപർണ ചേച്ചി കാണൂലേ? കാണും. അപ്പൊ എനിക്ക് കമ്പനി അടിക്കാലോ. പിന്നെ അപർണ മോൾ ഇവിടെ വന്ന് നിൽക്കേണ്ടതല്ലേ? അപർണ മോൾക്ക് നല്ലൊരു കൂട്ടാകും. വാ. അല്ല മമ്മി, മുന്നു ചേച്ചി നേരത്തെ ഓഫീസിൽ പോയല്ലോ, ഇനി അവിടെ എന്നോട് വഴക്കിടാൻ വരുമോ? മോളെ, വഴക്കൊക്കെ ഇവിടെയുള്ളൂ. അത് അവിടെ ചേച്ചി ഓരോന്ന് പറഞ്ഞ് വഴി തെറ്റിക്കുന്നതാ. ഓഫീസിൽ സിദ്ധു ഉണ്ടല്ലോ, അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ആൾക്കാരാ.
മോൾ അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ കമ്പനി അടിച്ചോണം. അതൊക്കെ ഞാൻ കമ്പനി അടിച്ചോളാം. പിന്നെ മിണ്ടാതെ ഒരിടത്ത് മാറിയിരുന്ന് കളയരുത്. എല്ലാം നോക്കിയും കണ്ടും പഠിച്ചോണം. സിദ്ധുവേട്ടനുണ്ടല്ലോ എല്ലാം പറഞ്ഞു തരാൻ. തിരിഞ്ഞേക്ക്. മോളെ കൊണ്ട് തരുമായിരുന്നല്ലോ. മാഡം, ഞാനിവിടെ കുറച്ച് ജോലിയിലായിപ്പോയി. നിനക്ക് എന്ത് ജോലിയാടി ഇവിടെ? അതെ, അതിങ്ങി വന്ന് ഞാൻ പറഞ്ഞുതരാം. സഹായിക്കാൻ ഒരു സെർവന്റിനെ കൊണ്ട് നിർത്തിയതാ. അവക്ക് ശമ്പളം കൊടുത്ത് പണിയെടുപ്പിക്കാതെ AC റൂമിൽ കൊണ്ട് കിടത്തിയിരിക്കുക. എന്തിനാണോ എന്തോ ഇതൊക്കെ. അതിന് നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മോളെ. പൂജ മോളെ, ഇന്നോട്ടങ്ങ് ഓഫീസിലോട്ട് പോവുക. ഓഫീസിലോ? എന്തിന്? അവിടെ ക്ലീനിങ് സ്റ്റാഫ് വേറെ ഉണ്ടല്ലോ. ക്ലീനിങ്ങിനൊന്നും അല്ല. പിന്നെന്തിന്? കൊണ്ട് കുടിയിരുത്താനോ? എടി, നിന്റെ അനിയത്തി പെണ്ണെ 7-8 മാസമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു നല്ല വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് വരെ ഇതൊന്നും പഠിക്കാത്തൊരു കൊച്ച് വരച്ചു വെച്ചേക്കണത് കണ്ട? എന്ത് വരച്ചെന്ന്? നീ അങ്ങോട്ട് ചെന്ന് കാണ്. താരെ, ഒരു 3-4 ചപ്പാത്തി എടുത്തു വെക്ക്. ചോറ് ഞാൻ എടുത്തു വെക്കാം കേട്ടോ. ഇതൊക്കെ ആരെ ഊട്ടിക്കാനാ? ആഹാ, ഇതെന്റെ പൂജമോക്ക്. മറ്റേത് സിദ്ധുവിനും അവന്റെ പെണ്ണിനും. അവരൊരുമിച്ചിരുന്ന് കഴിക്കട്ടെ എന്ന്. മാഡം, കോഫി ഇടട്ടെ? പോടി, എന്റെ ജോലി നോക്കി. അവളുടെ ഒരു കോഫി ഞാൻ ഇട്ടോളാം. കോഫി കുടിക്കാൻ വന്നിരിക്ക വഴക്കാളി. എടി താരെ, ഒരു സാധനം ഇവിടുന്ന് കൊടുത്തേക്കരുത് കേട്ടല്ലോ. എന്നെ സാറ ഇവിടെ നിർത്തിയിരിക്കുന്നു. അതാണ് കല്യാണം മുടങ്ങിയതിന്റെ പിണക്കമാടി. ഇനി ഇതിങ്ങനെ കുറച്ച് പോവും. സാറേ, ആ സിദ്ധു ആ പെണ്ണിനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വരുന്നുണ്ട്. ആ പൂജയെ ഇവിടെ വർക്ക് ചെയ്യിക്കുന്ന വന്നിരിക്കുന്ന തോന്നുന്നേ. വർക്കാ? ഇവിടെ എന്ത് വർക്ക്? സ്റ്റിച്ചിങ് വർക്കും ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചാണോ? പഠിച്ചിട്ടുണ്ട്. ബാത്റൂം ക്ലീനിങ്. അപ്പൊ പെൺകുട്ടിയാവുമ്പോ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. അയ്യോ, ഇതാരിത്? മോളങ്ങോട്ട് വലിയ കുട്ടിയായില്ലോ. പവിത്രൻ സാറിനെ എനിക്കറിയാവുന്ന കാര്യം മോൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. നല്ലൊരു മനുഷ്യനായിരുന്നു. അമ്മയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞൂട്ടോ. ഹാപ്പി കണ്ടോളൻസ്. അപ്പോഴേ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് പൂജ പവിത്രൻ, എന്റെ സിസ്റ്ററാണ്. അങ്ങനെ തന്നെ നിങ്ങളെല്ലാരും കാണണം. നിങ്ങളോടൊപ്പം ഇനി എന്നും ഈ ഓഫീസിൽ പൂജയുണ്ടാവും. സോണി, നമ്മുടെ ഓഫീസിൽ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ സർ. എവിടെ നമ്മുടെ ചീഫ് ഡിസൈനർ? അത് മാഡം അപ്പുറത്തെ സ്റ്റിച്ചിങ്ങിൽ എന്തോ കറക്ഷന് വേണ്ടി പോയതാ. സാറിനോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നു, പക്ഷെ പോയിട്ട് വന്നില്ല ഇതുവരെ. അത് ഇപ്പൊ പോയതേ ഉള്ളൂ സർ. ശരിയാ. ഉലനൻ സാറേ. സാർ, ഇത് നമ്മുടെ പവിത്രേട്ടന്റെ മോളാണ്. അയ്യോ സാറേ, ഞങ്ങള് പൊന്നു പോലെ നോക്കിക്കോളാം. അതെനിക്കറിയാം. മോളെ, ഞാൻ നമ്മുടെ ക്യാബിനിൽ കാണുവേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നു.